കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ ചിന്നാറിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് പരിമിതികൾക്ക് നടുവിൽ വീർപ്പുമുട്ടുകയാണ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിലാണ് വർഷങ്ങളായി ചെക്ക് പോസ്റ്റ് പ്രവർത്തിച്ചു വരുന്നത്. വൈദ്യുതി കണക്ഷനില്ലാത്ത ഇവിടെ സോളാർ വൈദ്യുതി തന്നെ ജീവനക്കാർക്ക് ശരണം. 9 പേരാണ് ഇവിടെ പരിമിതികൾക്ക് നടുവിൽ ജീവനക്കാരായുള്ളത്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള ലഹരി വസ്തുക്കളുടെ ഉൾപ്പെടെ കള്ളക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള തമിഴ്നാട് അതിർത്തിയായ ചിന്നാറിൽ എക്സൈസ് വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനമിവിടെ ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടു. പക്ഷേ പരിമിതികൾക്ക് നടുവിൽ ഞെങ്ങിഞ്ഞെരുങ്ങിയാണ് നിലവിൽ ഈ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. ചെക്ക് പോസ്റ്റിൽ കാലങ്ങളായി അവിടെ കുടിവെള്ളമില്ല. കുടിവെള്ളം ഇപ്പോൾ അവർ തോട്ടിൽ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. പൈപ്പ് ഇട്ടാലും ഓസ് ഇട്ടാലും കുരങ്ങും മറ്റു വന്യജീവികളൊക്കെ പൊട്ടിച്ചു കളയുന്നതുകൊണ്ട് അവർക്കിപ്പോൾ നിലവിൽ കുടിവെള്ളം ഇല്ലാത്ത സാഹചര്യം. അതുപോലെ തന്നെ കാലങ്ങളായിട്ട് അവിടെ വൈദ്യുതി ഇല്ല. ഒരു സോളാർ മിന്നുന്ന ലൈറ്റ് മാത്രമാണ് രാത്രികാലങ്ങളിൽ ചെക്കിങ്. അതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വൈദ്യുതിയുടെയും പിന്നെ കെട്ടിടം പഴയ കാലത്ത് പണിത കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ സുരക്ഷമായി വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് താമസിക്കാൻ സൗകര്യമുണ്ടായി. 9 പേരാണ് ചെക്ക് പോസ്റ്റിൽ ജീവനക്കാരായി ഉള്ളത്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിലാണ് ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം. മഴ പെയ്താൽ ചോർന്നൊലിക്കും. ആനയുൾപ്പെടെ വന്യജീവികളുടെ സാന്നിധ്യം സ്ഥിരമായി ഉള്ള ഇവിടെ ആകെയുള്ളത് സോളാർ വൈദ്യുതി മാത്രം. വൈദ്യുതി തീർന്നാൽ മെഴുകുതിരി വെളിച്ചത്തെ ആശ്രയിക്കണം. അരുവികളിൽ നിന്നും മറ്റുമാണ് കുടിവെള്ളവും ഇതര ആവശ്യങ്ങൾക്കുള്ള വെള്ളവും എത്തിക്കുന്നത്. പേരിന് വൈഫൈ ഇന്റർനെറ്റ് സേവനം ഒരുക്കിയിട്ടുണ്ട്. വൈദ്യുതി പോയാൽ ഇന്റർനെറ്റ് സേവനം നിലയ്ക്കും. മൊബൈൽ സിഗ്നൽ ഇവിടെ പേരിന് പോലുമില്ല. ഇത്തരത്തിൽ പരിമിതികളിൽ നട്ടം തിരിഞ്ഞാണ് ചെക്ക് പോസ്റ്റിലെ ജീവനക്കാർ 24 മണിക്കൂറും കർമ്മനിരതരായി തുടരുന്നത്. മതിയാമിതം സൗകര്യമുള്ളൊരു കെട്ടിടമെങ്കിലും ചെക്ക് പോസ്റ്റിന്റെ ഭാഗമായി നിർമ്മിക്കണമെന്നാണ് പ്രധാനമായി ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.